നമസ്കാരം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ഇതേ നേപ്പാളിൽ തന്നെയാണ് ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ മനുഷ്യനും ജീവിച്ചിരുന്നത്. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷം പിന്നിടുകയാണ്. ഈ അവസരത്തിൽ നേപ്പാളിൽ നിന്നുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത് അദ്ദേഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ഖഗേന്ദ്ര ഥാപ്പ മഗർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 5 വർഷം മുമ്പ് മരിക്കുമ്പോൾ 27 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 1992 ഈ കുട്ടി ജനിക്കുമ്പോൾ മാതാപിതാക്കൾ വിചാരിച്ചത് ഈ കുട്ടി ഒരു ദിവസം പോലും ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു. കാരണം അത്രയും ചെറിയ ഒരു കുട്ടിയായിരുന്നു അത്. ഒരു കൈപ്പത്തിയുടെ നീളം പോലും ഇല്ലാതിരുന്നു മഗറിന് എന്നാണ് പിന്നീട് മാതാപിതാക്കൾ വെളിപ്പെടുത്തിയത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് 2 അടി 24 ഇഞ്ച് മാത്രമായിരുന്നു മഗറിൻ്റെ പൊക്കം. പക്ഷേ വീട്ടുകാരുടെ ആശങ്കകളൊക്കെ അകറ്റിക്കൊണ്ട് മഗർ പിന്നീട് ഒരു മിടുക്കനായി വളരുകയായിരുന്നു. തീരെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനും മറ്റും ഇദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. അയൽപക്കത്തുള്ള കുട്ടികളൊക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളൊക്കെ തന്നെ കളിക്കുന്ന സമയത്ത് അത് പുറത്തുനിന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഈ മഗറിൻ്റെ പ്രധാനപ്പെട്ട വിനോദം. തൻ്റെ മകന് ലോകം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് മകൻ്റെ പിതാവ് അന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. മഗർ കുറച്ച് മുതിർന്ന സമയം ആയപ്പോഴേക്കും വലിയൊരു താരമായി മാറുകയായിരുന്നു. നേപ്പാളിലെ ടെലിവിഷനിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ തന്നെ മഗറിൻ്റെ നിരന്തരമായി വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. മഗർ ക്രമേണ ഒരു പ്രമുഖനായി മാറാൻ തുടങ്ങിയിരുന്നു. വിവിധ ചടങ്ങുകളിൽ മഗർ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ പൊക്കമില്ലായ്മയെ പൊക്കമാക്കി മാറ്റാൻ മഗറിന് കഴിഞ്ഞു. പിന്നീട് 2010 മഗറിനെ ലോകത്തെ ഏറ്റവും പൊക്കം കുറഞ്ഞ മനുഷ്യനെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് തിരഞ്ഞെടുത്തത്. ഇതോടെ മഗർ ഒരു സെലിബ്രിറ്റിയായി മാറുകയായിരുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് പിന്നീട് ലോകമെമ്പാടും അറിയുന്ന ഒരു വ്യക്തിയായി മഗർ ക്രമേണ മാറുകയായിരുന്നു. ഇത് മഗറിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ പറയുന്നത്. അദ്ദേഹം പതിവ് പോലെ തൻ്റെ കുടുംബമായുള്ള കടയിൽ പോയിരിക്കും, സഹോദരനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യും, അതുപോലെ മറ്റു കൂട്ടുകാരുമൊത്തൊക്കെ സമയം ചെലവഴിക്കും. ഇങ്ങനെയാണ് ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് മഗർ കഴിഞ്ഞത് എന്നാണ് അവരെല്ലാവരും തന്നെ പറയുന്നത്. മാത്രമല്ല മഗറിനെ നേപ്പാൾ സർക്കാർ അവരുടെ നേപ്പാൾ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായും നിയോഗിച്ചിരുന്നു. മഗറിൻ്റെ ആരോഗ്യം അടിക്കടി മോശമാവുകയായിരുന്നു എന്ന് മഗറിന് തന്നെ നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആസ്മയുണ്ടായിരുന്നു, നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് നട്ടം തിരിയുകയായിരുന്നു. തൻ്റെ ദിനങ്ങൾ അടുത്തു എന്ന് മഗറിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ ഉല്ലാസവാനായി ഉന്മേഷത്തോടുകൂടി എല്ലാവരോടും ചിരിച്ച് സന്തോഷിച്ച് ആണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സന്തോഷമായിട്ടാണ് മഗർ കഴിഞ്ഞിരുന്നത് എന്ന്. ഒടുവിൽ 2020 മഗറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായതും. മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു എങ്കിൽ പോലും ഇപ്പോഴും നേപ്പാളുകാർ അങ്ങേയറ്റം ആദരവോടെ അതിനേക്കാൾ സ്നേഹത്തോടെയാണ് മഗറിനെ ഓർക്കുന്നത്. തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് എന്നും ആളുകളോടൊപ്പം സന്തോഷത്തോടു കൂടി ഇടപെട്ട ലോക റെക്കോർഡ് തന്നെ ഉടമയായിട്ടും വിനയം കാത്തു സൂക്ഷിച്ച മഗറിനെ ഇപ്പോഴും നേപ്പാളിലെ ജനങ്ങൾ വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഓർമ്മിക്കുന്നത്.